നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഒരു ക്യാറ്റിനെ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാം എന്നുള്ളതാണ്. സോ അതിന് നമുക്ക് റൈറ്റ് നമ്മുടെ ആൽഫബറ്റ്, നമ്മുടെ ഡിജിറ്റ്സ് അല്ലേ, അതിൽ നമ്മൾ 6 ആൻഡ് 1 പിന്നെ ഒന്നുകൂടെ അങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സിക്സ്റ്റി 61 എന്നുള്ള ഡിജിറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ക്യാറ്റിനെ വരയ്ക്കാമെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇനി ഇത്രയും ഭാഗം നമുക്ക് ആയിക്കഴിഞ്ഞില്ലേ, ഇവിടെ നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണ് കേട്ടോ. ഈ 6നെയും 1നെയും കൂടെ ടച്ച് ചെയ്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കുന്നു. ആൻഡ് അതിൻ്റെ ഉള്ളിൽ വി ഹാവ് 2 ഐസ് ആൻഡ് ഇങ്ങനെ ഒരു സർക്കിൾ ഷേപ്പിലുള്ളൊരു നോസാണുള്ളത്. ഇനി ഇയേഴ്സിലേക്കാണ് പോകുന്നത്. ഇയറിൽ പോകുമ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പോലെ വരയ്ക്കുക, ഉള്ളിലേക്ക് കൊടുക്കുക. ഫേഷ്യലിൽ നമ്മൾ ഇത്രയൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തു. ഇനി ഈ 6 എന്നുള്ള പോയിൻ്റ് അവിടെ തന്നെ ഇരുന്നോട്ടെ. ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു ലൈനും കൂടെ കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓക്കെ. ഇനി ഇവിടെ 2 കാലുകൾ വരച്ചു. ഇനി നമ്മൾ ഒരു വാലും വരച്ചു. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ക്യാറ്റ് വരുന്നത്. ഇനി ഇതിൽ അഡീഷണൽ ആഡൻസ് നമ്മളിതിൽ മാർക്കർ വെച്ച് ഡാർക്ക് ചെയ്യുമ്പോൾ ചെയ്യാം. സോ നമുക്കിനി ഫേസ് വെച്ചിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമുക്കിനി നമ്മുടെ ക്യാറ്റിൻ്റെ ഫേസിലേക്ക് കണ്ണിങ്ങനെ കൊടുത്തിട്ട് കണ്ണിൻ്റെ ഉള്ളിൽ ഒരു സർക്കിളും കൂടെ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഔട്ടർ ഭാഗമില്ലേ, ആ സർക്കിളിൻ്റെ ഉള്ളിൽ കൊടുക്കാതെ കണ്ടോ, ഇങ്ങനെ കൊടുക്കുമ്പോൾ കണ്ണിനൊരു സ്പാർക്കിൾ പോലെയുള്ള ഫീല് വരും. എല്ലാം നമ്മളിപ്പോൾ ഈവൻ ഹ്യൂമൻ്റെ ഐസ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഉള്ളിലൊരു സർക്കിൾ കൊടുക്കുകയാണെങ്കിൽ അത് നല്ലൊരു പ്രത്യേക ഭംഗിയുണ്ടാവും. ഇനി ഇവിടെ ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്. കൊടുത്തിട്ട് ആ ഒരു ഭാഗം ഒഴികെ ഇങ്ങനെ, അപ്പോൾ ആ ഒരു പ്ലസൻനെസ് ഒക്കെ ആ ഫേസിൽ വരും. ഇനി ഞാൻ ചെവി ഇത്ര ഷേപ്പ് വലുതാക്കുന്നില്ല. സോ ഞാൻ ചെവി ഇത്തിരി ചെറുതാക്കിയിട്ടുണ്ട്. റാദർ ദാൻ ഞാൻ വരച്ചൊരിതെന്ന് ചെവി ഫൈനലൈസ് ചെയ്തു. ഇനി നമുക്കിനി ആവശ്യമില്ലാത്ത ഭാഗം ഒന്ന് ഇറേസ് ചെയ്ത് കളയാം. കണ്ടോ, സോ വി ഹാവ് അവർ ക്യാറ്റിൻ്റെ ഫേസ്. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബോഡി ഞാൻ നല്ല റൗണ്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ ഞാൻ ഫുള്ളായിട്ട് മുട്ടിക്കുന്നില്ല കേട്ടോ. മുട്ടിക്കാതെ തന്നെ കാല് വരച്ചു. അനദർ ലെഗ്, ആ ലെഗിലേക്ക് ഈ കൈ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യിപ്പിക്കുക. ഇത് കുറച്ചുകൂടെ വലുതാക്കാം കേട്ടോ നമുക്ക്. ഓക്കെ, നമ്മളിത് കഴിഞ്ഞു എന്ന് വിചാരിക്കും, കഴിഞ്ഞിട്ടില്ല. ദർ ആർ ഫ്യൂ തിങ്സ് ടു ബി ഡൺ. എന്നാലേ ഈ പിക്ചർ കംപ്ലീറ്റ് ആവുള്ളൂ. ഞാൻ അഡീഷണൽ ഭാഗങ്ങളെല്ലാം ഇറേസ് ചെയ്ത് കളഞ്ഞു. ഇനി ഐ എം ഗോയിങ് ടു ടേക്ക് യെല്ലോ കളർ പെൻസിൽ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ല യെല്ലോ, 2 ചെവിയുടെ ഉള്ളിൽ ഈ യെല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാർഡമം ഷേപ്പിലുള്ള യെല്ലോ ഇല്ലേ, ഈ ഒരു പർട്ടിക്കുലർ യെല്ലോ, ഇത് കൊടുക്കാം. എനിക്ക് അത് കൊടുത്തിട്ട് അത്ര ഇഷ്ടമായില്ല, അതുകൊണ്ട് ഞാൻ ഈ കളർ കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ത്രൂ ഔട്ട് ബോർഡർ മാത്രം യെല്ലോ കൊടുക്കുക. ഈ ബ്ലാക്കിൻ്റെ ബോർഡർ മാത്രം, ഒരു കുഞ്ഞ് ലെയർ ഓഫ് യെല്ലോസ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ 3 ഇത് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കാം. ഇവിടെ 2, ഒരു 3 എന്നുള്ളത് എഴുതുക. ഇവിടെ ഒരു 3 എന്നുള്ളത് എഴുതുക. ഇനി 1 2 3 1 2 3. ഓക്കെ, ദിസ് ഈസ് ദ ഹെഡ് പാർട്ട്. ഇനി ബോഡിയിൽ നമുക്കിത് ഇവിടെ ഒരു 3 ഡീറ്റെയിൽസ്, ഒരു
3 ഹംസ് പോലത്തെ ഡിസൈൻ കൊടുത്തു. പിന്നെ വേറെ എവിടെയും കൊടുക്കാനില്ല. പിന്നെ ഇതാ ഇവിടെ കാല് ഇങ്ങനെ 2 ലൈൻസ് കൊടുക്കുക. ഇനി ടെയിൽ മാത്രം ഒരു 3 ബ്ലാക്ക് പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി എല്ലാവിടെയും നമ്മൾ ഒരു ബോർഡർ, ചെറിയൊരു ബോർഡർ കേട്ടോ, കാലിൻ്റെ ഇവിടെയെല്ലാം. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ 2 ഭാഗത്തും കൊടുക്കണേ. ഇത്രയും കൊടുത്തു. ഇനി നമുക്ക് വാലിൻ്റെ ഭാഗം കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാറ്റ്.